നമ്മൾ ഇനി പഠിക്കാനുള്ളത് ഫിഫ്ത്ത് മൊഡ്യൂൾ H5 ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചറിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സിൽ. ഓക്കെ, എങ്ങനെയാണ് ഓരോ കമ്പോണൻസും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തു. അതുകൊണ്ട് ഫിഗറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആർക്കിടെക്ചർ താണ്ട് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതും ഞാൻ ക്ലാസ്സിൽ കാണിച്ചതായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് അതിന്റെ ബാക്കി കമ്പോണൻസുകൾ മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, H5 റിക്വയർസ് ആൻ എക്സ്റ്റേണൽ ഓസിലേറ്റർ സർക്യൂട്ട്. അതിനകത്തൊരു ഓസിലേറ്റർ സർക്യൂട്ട് ഉണ്ട് നമുക്ക്. ഇതിവിടെ ഓസിലേറ്റർ സർക്യൂട്ട് യൂഷ്വലി റൺസ് അറൌണ്ട് 12 മെഗാഹെർട്സ്. അതിന്റെ സ്പെസിഫിക്കേഷൻ 12 മെഗാഹെർട്സ് ആണ്. പൾസ് ഈസ് യൂസ്ഡ് ടു സിങ്ക്രണൈസ് ദ സിസ്റ്റം ഓപ്പറേഷൻ ഇൻ എ കൺട്രോൾഡ് ഫേസ്. ഒരു കൺട്രോൾഡ് മാനറിൽ അത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓസിലേറ്ററിന്റെ പിൻസ് മാത്രമാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. XT-AL1, XT-AL2 ഇത് രണ്ടുമാണ് എന്തിന്റെ പിൻസ്? ഓസിലേറ്ററിന്റെ പിൻസ്. ഓക്കെ, ഇനി the CPU has many important registers. Program counter always holds the code memory location of next instruction. നമുക്കറിയാം പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞ രജിസ്റ്റർ എന്തിനായിരിക്കും? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൽ ഹോൾഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇറ്റ് fetches the instruction from the code memory into instruction register. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് എന്തായിരിക്കും ഹോൾഡ് ചെയ്തേക്കുന്നത്? കറന്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷന്റെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എന്തിനകത്തുള്ളത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ളത്. ഓക്കെ, ആൻഡ് അനലൈസ് ദി ഒപ്കോഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഒപ്കോഡ് എന്താണെന്ന് അനലൈസ് ചെയ്യും. ദാറ്റ് മീൻസ് ആഡ് ആണോ, സബ് ആണോ, ലോഡ് ആണോ, എന്ത് ഓപ്പറേഷൻ ആണ് പറഞ്ഞേക്കുന്നത് നോക്കും. അപ്ഡേറ്റ് ദി PC ടു ദി ലൊക്കേഷൻ ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? PC-യുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ എന്ത് ചെയ്യും? നെക്സ്റ്റ് വാല്യൂലേക്ക് അപ്ഡേറ്റ് ചെയ്യും. Fetches the operand from the data memory if necessary, and finally perform the operation in the ALU within the CPU. ഏതെങ്കിലും ഓപ്പറാൻഡ് വല്ലതും ഫെച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് ഫെച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യും? കറസ്പോണ്ടിങ് ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ഇതാണ് CPU ചെയ്യുന്നത്. ആ പ്രോഗ്രാം കൗണ്ടറിൽ ഏത് അഡ്രസ്സാണ് ഇരിക്കുന്നത് ആ അഡ്രസ്സിനെ എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യുക? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുക. ദാറ്റ് മീൻസ് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷന്റെ ഒക്കോഡിനെ അനലൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് PC വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഓപ്പറാൻഡ് ഫെച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് മെമ്മറിയിൽ നിന്ന് എവിടെ നിന്നാന്ന് വെച്ചാൽ ഫെച്ച് ചെയ്യുക. ദെൻ ആ കറസ്പോണ്ടിങ് ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ദെൻ അക്യുമുലേറ്റർ രജിസ്റ്റർ ഉണ്ട്. an 8-bit register to save an operand for an ALU or data transfer operation, whose most important function is to accumulate the result after ALU operation. എല്ലാ ALU operations പെർഫോം ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് സേവ് ചെയ്തേക്കുന്നത് എവിടെ ആയിരിക്കും? അക്യുമുലേറ്റർ രജിസ്റ്ററിനകത്തായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് വാല്യൂ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബി രജിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മുടെ H6 പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതിനൊക്കെയുള്ള ഓപ്പറേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് റിസൾട്ടുകൾ എവിടെ ആയിരിക്കും? ബി രജിസ്റ്ററിനകത്തൂടെ കാണും. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഗ്രാം സാറ്റിസ്ഫൈഡ്, നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്ലാഗ് രജിസ്റ്റർ ഏതാണ്? H5 H6 ഒക്കെ പഠിക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് H5 ഫ്ലാഗുകൾ. ഓക്കെ, H5 ഫ്ലാഗ് ബിറ്റ്സ് ആണ്. 8 ബിറ്റാണ് ഫ്ലാഗ്. ഇത്രയാണ് അതിന്റെ ഫ്ലാഗ് ബിറ്റുകൾ. നോക്കുക, CY എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി. F0 എന്ന് പറയുന്നത് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ആണ്. നമുക്ക് യൂസറിന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫ്ലാഗ് ആണ്. ഓക്കെ, ദെൻ RS0, RS1 ഉണ്ട്. എന്തിനാന്നുള്ള കാര്യം പറയാം. നമ്മുടെ രജിസ്റ്റർ ബാങ്കുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് RS0, RS1. രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്നത് H6 ഓഡ് ബാങ്ക്, ഈവൻ ബാങ്ക് എന്ന് പറഞ്ഞ 2 ഉള്ളായിരുന്നു. ബട്ട് H5 4 ബാങ്കാണുള്ളത്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 00 ആണെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 0, 01 ആണെങ്കിൽ 1, 10 ആണെങ്കിൽ 2, 11 ആണെങ്കിൽ 3. ഇത്രയും രജിസ്റ്റർ ബാങ്ക് സെലക്ഷന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? RS0 RS1 യൂസ് ചെയ്യുന്നത്. ഓക്കെ, OV എന്തായിരിക്കും? ഓവർഫ്ലോ ഫ്ലാഗ്. ഓക്കെ, അടുത്തതും ആക്ച്വലി യൂസർ ഡിഫൈൻഡ് ഫ്ലാഗ് ആണ്. ലാസ്റ്റ് വൺ പാരിറ്റി ഫ്ലാഗ്. ഓക്കെ, ക്യാരി ഫ്ലാഗിനെ പറ്റി ഡീറ്റെയിൽഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ. 7th ബിറ്റ് എന്ന് പറഞ്ഞ ക്യാരി ഫ്ലാഗ് ആണ്. ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും?
ക്യാരി ഉണ്ടെങ്കിൽ അത് 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്സിലറി ക്യാരി ഉണ്ടെങ്കിൽ ഓക്സിലറി ക്യാരി 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇത് യൂസറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫ്ലാഗ് ആണ്. ദെൻ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആയിരിക്കും. ദെൻ പാരിറ്റി, ഓഡ് പാരിറ്റി ആണെങ്കിൽ 0, ഈവൻ പാരിറ്റി ആണെങ്കിൽ എന്ത് കാണും? 1 കാണും. ഓക്കെ, ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്യുക. RS0 RS1 ആ ടേബിൾ ഫോർമാറ്റിൽ എഴുതി വെച്ചിരിക്കണം. ഓക്കെ, ഇത് 0th ബിറ്റ് 1 2 3 അങ്ങനെ 7th ബിറ്റ് ആണ്. ഫിഗറിനകത്ത് ഉണ്ട് ഈ എഴുതിയിരിക്കുന്നത്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് 0, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് 1 അങ്ങനെ അങ്ങനെ. ഓക്കെ, ദെൻ 4 പോർട്ടുകൾ നമ്മൾ ഫിഗറിനകത്ത് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നോ? ഉണ്ട്, പോർട്ട് 1, പോർട്ട് 3, പോർട്ട് 0, പോർട്ട് 2. ഓക്കെ, അതിനെ പറ്റിയാണ്. There are 4 8-bit ports, P0, P1, P2 and P3. All of them are dual purpose port except P1, which is only used for IO operation. നമുക്ക് ഈ 4 പോർട്ട് ഉണ്ടെങ്കിലും ഈ 4 പോർട്ടിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ആർക്കിടെക്ചർ എഴുതുമ്പോൾ അതും കൂടെ നോട്ട് ചെയ്തേക്ക്. ഓക്കെ, ഓൾ ഓഫ് ദം ആർ ഡ്യുവൽ, ഓൾമോസ്റ്റ് എല്ലാം ഈ P1 ഒഴിച്ച്, പോർട്ട് 1 ഒഴിച്ച് ബാക്കി എല്ലാം ഡ്യുവൽ പർപ്പസ് പോർട്ടുകളാണ്. ഓക്കെ, P1 എന്തിനു മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ? IO ഓപ്പറേഷന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി പോർട്ട് 1നെ പറ്റിയാണ്. പോർട്ട് 1 ഇസ് എ പോർട്ട് ഡെഡിക്കേറ്റഡ് ഫോർ ജനറൽ IO പർപ്പസ്. ജനറൽ IO പർപ്പസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നതാണ് ഇത് പോർട്ട് 1. The other ports P0, P2, P3 have dual roles in addition to their basic IO function. IO function അല്ലാതെ ബാക്കി ഫങ്ഷൻസ് എന്തിനുണ്ട്? P0ക്കും P2നും P3ക്കും ഉണ്ട്. ഓക്കെ, പോർട്ട് 0 എന്താ നോക്കാം. When the external memory access is required, the port 0 is multiplexed for address bus and data bus that can be used to access external memory in conjunction with port 2. ഓക്കെ, പോർട്ട് 0 എന്ത് ചെയ്യും? എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് പോർട്ട് 0 മൾട്ടിപ്ലെക്സ് ചെയ്യും. അഡ്രസ് ബസിനെ ഡേറ്റാ ബസിനെ മൾട്ടിപ്ലെക്സ് ചെയ്ത് പോർട്ട് 2 ആയിട്ട് കൺജക്ഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യും. ഓക്കെ, P0 acts as A0 to A7 in address bus and D0 to D7 for port data. മൾട്ടിപ്ലെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ലൈനിൽ കൂടെ തന്നെ ആയിരിക്കും അഡ്രസ്സും ഡേറ്റയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ അഡ്രസ്സിന്റെ A0 മുതൽ A7 വരെ ആര് ഹോൾഡ് ചെയ്യും? P0 ഹോൾഡ് ചെയ്യും. റിമൈനിങ് എവിടെ ആയിരിക്കും ഹോൾഡ് ചെയ്തേക്കുന്നത്? P2ലായിരിക്കും ഹോൾഡ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അഡ്രസ് A0 മുതൽ A7 വരെ P0യിലും A8 മുതൽ A15 വരെ ആരും ഹോൾഡ് ചെയ്യും? P2 ഹോൾഡ് ചെയ്യും. ഡേറ്റ D0 മുതൽ D7 വരെ ആരായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്? P0 ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ഓൾസോ ഇഫ് നോ എക്സ്റ്റേണൽ മെമ്മറി പ്രസന്റ്. എക്സ്റ്റേണൽ മെമ്മറി ഇല്ലാത്ത സമയത്ത് അത് എന്തായിരിക്കും? നോർമൽ ജനറൽ പർപ്പസ് ആയിട്ട് വർക്ക് ചെയ്യും, നമ്മുടെ P1 പോലെ. ഓക്കെ, ഈ P2നെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. സിമിലർ ടു P0, ദ പോർട്ട് P2 ക്യാൻ ഓൾസോ പ്ലേ എ റോൾ A8 to A15 in the address bus in conjunction with the പോർട്ട് P0 to access external memory. എക്സ്റ്റേണൽ മെമ്മറി വരുന്ന സമയത്ത് പോർട്ട് 2 എന്തായിട്ട് ആക്ട് ചെയ്യും? A18 മുതൽ A15 വരെയുള്ള അഡ്രസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്യും. പക്ഷെ മൾട്ടിപ്ലെക്സ് ചെയ്യേണ്ട കാര്യമില്ല. മൾട്ടിപ്ലെക്സ് ചെയ്യുന്ന ആര് മാത്രമാണ്? P0 മാത്രമാണ്. കാരണം അതിനകത്ത് 8 ബിറ്റിൽ ഒന്നുകിൽ അഡ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഡേറ്റ ആയിരിക്കും. ഓക്കെ, ഇനി P3 ആണ്. In addition to act as a normal IO port, P3 can be used for several receive input pin RxD. ഓക്കെ, P3യിലെ തന്നെ 1 can be used for serial transmit output pin TXD. 2 and 3 can be used as external interrupt pins, interrupt 0 and interrupt 1. 4 and 5 are used for external counter input pins T0 and T1. 6 and 7 can be used as external data memory write. ഓക്കെ, അപ്പം P3യിലെ ഓരോ നമ്മുടെ P3യിലെ ഓരോ ബിറ്റിനും ഓരോ പിൻസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർമൽ IO ഓപ്പറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കണ്ടന്റുകൾ വേണം പോർട്ടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ.